നമ്മൾ ഓട്ടോമാറ്റിക് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു 60-80 സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മളെ വാഹനത്തിന്റെ ബ്രേക്ക് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഇതിന്റെ മുന്നേ ഞാൻ ഇട്ടിരുന്ന ഒരു വീഡിയോസ്, അതായത് മാനുവൽ വാഹനത്തിന് ബ്രേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ഗിയർ ഇട്ടുകൊണ്ട് ഡൗൺ ചെയ്തിട്ട് പോകും. അപ്പോൾ അധികം ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വാഹനത്തിന് എങ്ങനെയാണെന്നുള്ളത്. അതിനുള്ള ഉത്തരവും അതിനുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഓട്ടോമാറ്റിക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മളെ വാഹനത്തിന്റെ ബ്രേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ഓട്ടോമാറ്റിക് വാഹനത്തിനും മാനുവൽ സിസ്റ്റം ഇതിലുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് ഞാൻ കാണിക്കാം. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് വാഹനം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് ഓട്ടോമാറ്റിക് വാഹനം. ഇപ്പൊ ന്യൂട്രലാണ് കിടക്കുന്നത്. മുകളിൽ റിവേഴ്സ്, ഡ്രൈവ്, പിന്നെ ഇവിടെ എം പ്ലസും മൈനസും കാണില്ല. ഈ എം ആണ് മാനുവൽ. അപ്പൊ നമ്മളിപ്പോ എടുക്കുന്നത് സ്ട്രൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പൊ ഡ്രൈവിലേക്ക്, പിന്നെ നേരെ നമ്മൾ മുകളിലേക്ക് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ റിവേഴ്സിലേക്കും. അപ്പൊ നമ്മൾ ഈ ഡ്രൈവിന്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റൈറ്റിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാനുവലായി. പ്ലസ് മൈനസ് നമ്മൾ കയറ്റം കയറുമ്പോൾ അത് ഉപയോഗിക്കുക, ഇറങ്ങുമ്പോൾ ഇത് ഉപയോഗിക്കുക. അപ്പൊ ഇതാണ് ഇത് ശരിക്കും വരുന്നത്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് മാനുവൽ ആയിട്ട് കിട്ടും. എല്ലാ ഓട്ടോമാറ്റിക് വാഹനത്തിലും ഈ സിസ്റ്റം ഉണ്ട്. അപ്പൊ അത് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു. ഓട്ടോമാറ്റിക് വാഹനത്തിലും നമുക്ക് മാനുവൽ സിസ്റ്റം ഉണ്ട്. അത് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്യണം. അപ്പൊ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.